ഹലോ ഫ്രണ്ട്സ്, ലീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കപ്പ. നമ്മളെ നാട്ടിലെ കപ്പയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കപ്പ തോല് പൊളിച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കപ്പ മാത്രമല്ല കേട്ടോ, മത്തിക്കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കപ്പ തോലെല്ലാം പൊളിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കറി വെക്കേണ്ട പരിപാടി നോക്കാം. അതിനുവേണ്ടി ഉള്ളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്, പിന്നെ മുളക് പൊടി ഒരു 2 സ്പൂൺ നട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. കുരുമുളക് പൊടി എല്ലാം ആവശ്യത്തിന് നമ്മളെ എരിവിനനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളി, ഒരു തക്കാളി, മീഡിയം സൈസ് ഒരു തക്കാളിയാണ്. തക്കാളി നല്ലോണം മിക്സിയിലിട്ട് അരച്ചിട്ട് അതിലോട്ട് ഒഴിച്ച് നല്ലോണം മിക്സാക്കി വെക്കുക. ഓരോരുത്തരും ഓരോ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കുക. ഞാനും 2-3 തരത്തിൽ ഞാൻ മീൻ കറി ഉണ്ടാക്കും, മലേഷ്യൻ. അപ്പോൾ ഞാൻ ഇന്ന് വെറുതെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല കുഞ്ഞി മത്തിയാണ് കിട്ടിയത്. അതും നല്ല മഞ്ഞളും മുളകെല്ലാം പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ മുമ്പിൽ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കത് അടുപ്പിലോട്ട് മാറ്റിയിട്ട് വെക്കണം. അപ്പോൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം തിളക്കാൻ വെക്കാം നമുക്ക്. അപ്പോൾ അതാട് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കിഴങ്ങ് കുക്കറിലിട്ടിട്ട് അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കപ്പ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച് കപ്പ കുറച്ചായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് നമുക്കതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാകും കപ്പ. പിന്നെ മഞ്ഞൾപ്പൊടി എന്നിട്ട് കുക്കർ മൂടിയിട്ടിട്ട് നമുക്കത് 2 വിസിൽ വരുന്നവർക്ക്, 2 വിസിലൊന്നും ആവശ്യമില്ല, 1 വിസിലോ 1.5 വിസിലോ ആകുമ്പോഴത്തേക്കും എടുക്കാം. അപ്പോൾ മത്തിക്കറി അടുപ്പിൽ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കപ്പ ഇപ്പുറത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. മത്തിക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുഞ്ഞി മത്തിയാണ് കിട്ടിയത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കത് എടുത്ത് വെക്കാം കറി. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണം. സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. കുക്കറിന് വിസിൽ വന്നിട്ടില്ല. ഇനിയും വിസിൽ വന്ന് 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് വന്നിട്ട് വറുത്തിട്ട് കൊടുക്കണം. പച്ചമുളക് ചതച്ചതും കടുകും ഇട്ടിട്ടാണ് വറുത്തിട്ട് കൊടുക്കുന്നത്. തേങ്ങയോ അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല. അപ്പോൾ മത്തിക്കറി ഏകദേശം ഫുള്ള് റെഡി ആയിട്ടുണ്ട് ഇടാം. അപ്പോൾ നമുക്കിത് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുത്ത് ഇനി ചതച്ച പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കപ്പ ഇവിടെ റെഡിയാവും. അപ്പോൾ നമ്മളെ കപ്പ ഈ വറവിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. തേങ്ങയൊന്നും ഇടണമെന്നില്ല. സൂപ്പർ കപ്പയായിരുന്നു. നല്ലോണം ഒന്ന് ഇളക്കി വിട്ടതിന് ശേഷം നമുക്ക് പ്ലേറ്റിൽ ഒഴിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ സൂപ്പറായിട്ടുള്ള അടിപൊളി കപ്പയും മീൻകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ഇടണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും.
സൂപ്പറായിട്ടുള്ള കപ്പ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.